ഹായ് ഓൾ, വെൽക്കം ടു ഡ്രീം ഗാർഡൻ. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 30 രൂപ മുതൽ 80 റുപ്പീസ് വരെ മാത്രമാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളടുത്ത് ഇതുവരെയുള്ള ക്രീപ്പർ പ്ലാന്റ്സ്, മണിമുല്ല, ക്യാറ്റ്സ്കുൾ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് നമ്മളടുത്തുണ്ട്. അത് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ താഴെ കാറ്റലോഗിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഒന്നും നമ്മൾ കാറ്റലോഗിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റത്തെ പ്ലാന്റ് ഗാർലിക് വൈനാണ്. ഫ്ലവറോട് കൂടി നിൽക്കുന്ന ഈ ഗാർലിക് വൈൻ കാണാൻ എന്ത് രസമല്ലേ. എത്ര ചെറിയ പ്ലാന്റിലാണ് ഈ ഫ്ലവർ വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ കൂടുതലും നമ്മുടെ അടുത്തുള്ള ഗാർലിക് വൈനിൽ എല്ലാത്തിലും മുട്ടും ഫ്ലവറും ഒക്കെ ഉള്ള ചെടികളാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. 60 റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് പ്ലാന്റ് ക്ലോറോഫൈറ്റ് ആണ്. നമ്മൾ നോർമലായിട്ടുള്ള ഈ ക്ലോറോഫൈറ്റത്തിൻ്റെ നമ്മൾ നാടൻ ടൈപ്പൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ച് വീതിയുള്ള ലീഫായിട്ട് യെല്ലോയിഷ് കളർ കൂടുതലായിട്ട് വരുന്ന ഒരു ടൈപ്പാണ്. നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. ഡോട്ടഡ് പിഗോണിയാണ് നെക്സ്റ്റ് പ്ലാന്റ്. ഒരുപാട് പേരെ എൻക്വയറി കാരണം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. 45 റുപ്പീസാണ് ഈ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത്. ഓറഞ്ച് കളർ ഫ്ലവറാണ് തരുന്നത്. നെക്സ്റ്റ് നമ്മളിനി കാണാൻ പോകുന്നത് നമ്മളടുത്ത് ഒരുപാട് വെറൈറ്റി തെച്ചിയുണ്ട്. അപ്പോൾ അതിൻ്റെ പല പല കളേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മിനിയേച്ചർ തന്നെ വൈറ്റും പിങ്കും മിക്സ് ചെയ്ത് വരുന്നൊരു കളറാണ്. നെക്സ്റ്റ് കളർ വരുന്നത് റെഡാണ്. അതേപോലെ യെല്ലോ, ഓറഞ്ച്, വൈറ്റ് അങ്ങനെ തുടങ്ങി ഒരു 5 to 6 വെറൈറ്റീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ തെച്ചീൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. എല്ലാത്തിനും 60 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് ഈ കാണുന്ന സൈസിലുള്ള തൈകളൊക്കെയാണ് അയക്കുന്നത്. അപ്പോൾ ഇത് യെല്ലോ ആണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു പിങ്കും ഓറഞ്ചും മിക്സ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് കളറാണ്. അങ്ങനെ 5 to 6 കളേഴ്സൊക്കെ നമ്മളടുത്തുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ എൻക്വയറി ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ DTDC ത്രൂ ആണ് നമ്മുടെ കൊറിയേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെർട്ടിക്കൽ ഗ്രാസ് ആണ്. അതിൻ്റെ 5 കളേഴ്സിലുള്ള വെർട്ടിക്കൽ ഗ്രാസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾ വൺസ് ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കമ്പ് കുത്തി പിടിപ്പിച്ച് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സെക്കൻഡ് കളറാണ്. അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്കിഷ് കളർ കൂടുതലായിട്ട് വരുന്ന ഒരു മൾട്ടി കളർ വരുന്ന ടൈപ്പാണ്. ഇതാണ് തേർഡ് വണ്ണ്. ഇനി നമുക്കൊരു മിനിയേച്ചർ ടൈപ്പ് പോലത്തെ വളരെ കുഞ്ഞു ലീഫായിട്ടുള്ളതാണ് നമ്മളെ ഫോർത്ത് പ്ലാന്റ് വരുന്നത്, ഫോർത്ത് ഗ്രാസ് വരുന്നത്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു പ്ലാന്റൊക്കെ വാങ്ങിയാൽ തന്നെ ഇഷ്ടംപോലെ മതിയാകും. പെട്ടെന്ന് തന്നെ റൂട്ടും പിടിച്ച് കിട്ടും. ഇത് ഗ്രീന്. അങ്ങനെ ഈ ഒരു 5 കളേഴ്സിലാണ് വെർട്ടിക്കൽ ഗ്രാസ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. കോംബോ ആയിട്ട് 5 കളേഴ്സും വാങ്ങുന്നവർക്ക് 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് വാങ്ങേണ്ടവർക്കും വാങ്ങാം. ഒരു സിംഗിൾ പ്ലാന്റിന് 35 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ഐഡിയാസിനനുസരിച്ച് പല രീതിയിലും നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനും ബോർഡർ ഗ്രാസ് ആയിട്ടും അങ്ങനെ പല രീതിയിലും ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഇതിങ്ങനെ കൂട്ടം കൂടി ഉണ്ടായി നിൽക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ഫ്ലവർ ഷോ അങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഗ്രാസ് വെച്ച് സെറ്റ് ചെയ്ത് തന്നെ കാണാൻ ഏറ്റവും മനോഹരമായിരിക്കും മറ്റുള്ള ഫ്ലവേഴ്സിനെക്കാട്ടി അല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു മുല്ലയാണ്. പിച്ചക മുല്ലയാണ് കേട്ടോ. 60 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത്. പിങ്ക് കളറ് ബഡും, അതായത് മുട്ടുകൾ പിങ്ക് കളറിലും ഫ്ലവർ വിരിഞ്ഞ് നല്ല രീതിയിൽ എത്തിക്കഴിയുമ്പോൾ വൈറ്റ് കളറിലുമാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലുള്ള തൈകളാണ് സെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്. 60 റുപ്പീസാണ് റേറ്റ് വരുന്നത്. കണ്ടല്ലോ. അപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്ലാന്റ്സിനെ കുറിച്ചോ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത് ക്ലിയോഡെൻഡ്രാണ്. ക്ലിയോഡെൻഡ്രം വെള്ളക്കൊന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഈ പ്ലാന്റിന് 50 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നമ്മളത് കുറച്ച് കാലമായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോൾ നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 50 റുപ്പീസാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നമ്മൾ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുക കേട്ടോ. പുതിയ സബ്സ്ക്രൈബേഴ്സിനോടാണ്. ഓക്കെ. ഇത് ലെജിസ്റ്റോമിയ പ്ലാന്റ് ആണ്. നമ്മളടുത്ത് മുമ്പ് ഇതിൻ്റെ ഒരുപാട് വലിയ പ്ലാന്റ് ഉണ്ടായിരുന്നു.
ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 70 റുപ്പീസാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല റെഡിഷ് കളർ തരുന്നതാണ് കേട്ടോ. വേറെയും പിങ്ക് കളറിൽ ഫ്ലവർ തരുന്നതുകൊണ്ട് അതിപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ അല്ല. ഇത് പെർക്കുറി പ്ലാന്റ് ആണ്. പെർക്കുറിക്ക് 60 റുപ്പീസാണ് വരുന്നത്. ഇതൊരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. വാട്ടർ ജാസ്മിൻ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തൊരു പ്ലാന്റ് ആണ്. 80 റുപ്പീസാണ് ഈ കാണുന്ന ഒരു സൈസിലുള്ള തൈക്ക് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയാണ്. താഴോട്ടേക്ക് തൂങ്ങിയിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. അരിമുല്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. നെക്സ്റ്റ് ഈ ഒരു റെക്സ് ബിഗോണിയാണ്. ഈ ഒരു കളേഴ്സ് മാത്രമേ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. 40 റുപ്പീസാണ്. ജിഫി സൈസിലുള്ള തൈയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്ലാൻസൊക്കെയാണ് ഇന്ന് നമ്മൾ സെയിൽ റെഡിയാക്കിയിട്ടുള്ളത്. പ്ലാൻസ് പർച്ചേസ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ ഒന്നും കൂടി പറയാം. താഴെ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂവോ അല്ലെന്നുണ്ടെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അത് ത്രൂവോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന പ്ലാൻസിന് നമ്മളൊരു 3 to 4 ഡേയ്സിൻ്റെ ഉള്ളിലായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക. DTDC ത്രൂ ആണ് നമ്മളെ കൊറിയേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നത്. പ്രൊഫഷണൽ കൊറിയേഴ്സ് പറയുന്നവർക്ക് മാത്രം പ്രൊഫഷണൽ കൊറിയർ വഴിയും നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് എപ്പോഴും കാണാനായിട്ട് നമ്മളെ ഡ്രീം ഗാർഡൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ സെയിൽ വീഡിയോസായിട്ട് വരാം. ബൈ.